അയാൾ അവളെ വീട്ടിലേക്ക് താലികെട്ടി ഭാര്യയാക്കി കൊണ്ടുവന്നതൊരു കർക്കിടകത്തിലെ നല്ല മഴയുള്ള ദിവസമായിരുന്നു. തുള്ളിമുറിയാതെ പെയ്യുന്ന മഴയിൽ ആകെ നനഞ്ഞൊട്ടിയ സാരിയിൽ അയാൾക്കൊപ്പം അയാളുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൾക്ക് തുണ 17കാരനായ അയാളുടെ അനിയൻ വിനു മാത്രമാണ്. കല്യാണത്തിന് കർക്കിടകം നന്നല്ല, അതുകൊണ്ട് കല്യാണം വരുന്ന ചിങ്ങത്തിലാവാമെന്ന് പറഞ്ഞ അവളുടെ അമ്മാവനോട് അവനൊന്നേ പറഞ്ഞുള്ളൂ: താനീ പെണ്ണിനെ കെട്ടണമെങ്കിൽ കല്യാണം ഈ കർക്കിടകത്തിൽ തന്നെ വേണം. മറിച്ച് ചിങ്ങത്തിലാണെങ്കിൽ പെണ്ണിനെ കെട്ടാൻ വേറെ ആണുങ്ങളെ നോക്കാൻ. അച്ഛനും അമ്മയും അപകടത്തിൽ നഷ്ടപ്പെട്ട അവൾക്കൊരു ആശ്രയം ആയതിന്റെ പേരിൽ ഭാര്യയുടെ കുത്തുവാക്കുകൾ നിത്യേന കേൾക്കുന്ന അമ്മാവൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ കർക്കിടകത്തിലെ പെരുമഴയത്ത് അവളുടെ കൈപിടിച്ച് അയാളുടെ കയ്യിലേൽപ്പിച്ചു. ഉടുത്തിരുന്ന വസ്ത്രം മാത്രം സ്ത്രീധനമായി നൽകിക്കൊണ്ട്: ഇതാണ് വീട്, ഇവിടെ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. സ്വീകരിക്കാനും ആനയിക്കാനും വെച്ചു വിളമ്പാനും ഒന്നും വേറെ ആളില്ല. നീ അടുക്കളയിലേക്ക് ചെന്നൊരു ചായയിട്. കയ്യിലെ പൂമാലയും ബൊക്കയും എവിടെ വെക്കണം, എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നിന്നവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും പോലെ അത് പിടിച്ചെടുത്ത് നിലത്തൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അയാളുടെ പറച്ചിൽ. ഭയത്തോടെ ശിരസിളകി അറിയാത്ത ആ വീടിന്റെ അടുക്കള തേടിപ്പിടിച്ച് ചായയ്ക്ക് വെള്ളം വെക്കുമ്പോൾ ആ പെണ്ണിന്റെ കണ്ണുനീർ തുള്ളികൾ ആ അടുക്കള നിലത്ത് ചിതറിത്തെറിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളുടെ ആവർത്തനം പോലെയാണ് വരും ദിവസങ്ങളുമെന്നവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വ്യത്യാസം വീടിനും വീട്ടുകാർക്കും മാത്രം. ജോലി വേലക്കാരിയുടേത് തന്നെയാണ്. അമ്മാവന്റെ വീട്ടിൽ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതലായി ഇവിടെ അയാളുടെ ഭാര്യ എന്ന ജോലി കൂടി അധികമായി ചെയ്യേണ്ടി വരും. ഒരിക്കൽ മാത്രം കണ്ടൊരാൾക്കൊപ്പം ശരീരം പങ്കിടേണ്ടി വരിക. ആ ഓർമ്മയിൽ പോലും ഭയന്നവൾ. ചായ ഇട്ടില്ലേ ഏട്ടത്തിയമ്മേ, ഞാൻ സഹായിക്കണോ? അടുക്കള വാതിക്കൽ വന്നു നിന്ന് ചോദിക്കുന്ന വിനുവിനെ കണ്ടതും കണ്ണുകൾ തുടച്ചൊരു പുഞ്ചിരിയോടെ അവൾ തിളച്ച ചായ ഇറക്കി വെച്ചതും 3 ഗ്ലാസുകൾ അവൾക്ക് മുന്നിൽ നിരത്തിവെച്ചവൻ: മാനുവേട്ടന്റെ ചായ ഏട്ടത്തിയമ്മ തന്നെ കൊടുത്തോളൂ, ഉമ്മറത്തുണ്ടേട്ടൻ. 2 ഗ്ലാസ്സിലെ ചായ കയ്യിലെടുത്തവൻ പറയുമ്പോഴാണ് തനിക്ക് താലി ചാർത്തിയവന്റെ പേരവൾ ശ്രദ്ധിച്ചത്. മനുവേട്ടനോ? വേറെ പേരാണല്ലോ എന്നോട് പറഞ്ഞത്. വിനുവിന് പറയുന്നതിനൊപ്പം തന്റെ വിരൽ അയാൾ അണിയിച്ച മോതിരത്തിലേക്കൊന്ന് നോക്കിയവൾ. മനു എന്ന പേര് മോതിരത്തിൽ കണ്ടതും ചുളിഞ്ഞ മുഖത്തോടവൾ വിനുവിനെ വീണ്ടും നോക്കി. ഏട്ടന്റെ മുഴുവൻ പേര് മനു പ്രസാദ്, ഞാൻ വിനു പ്രസാദ്. പ്രസാദ് ഞങ്ങളുടെ അച്ഛന്റെ പേരാണ്. പക്ഷെ മനുവേട്ടനെ എല്ലാവരും വിളിക്കുക പ്രസാദേന്നാ. അതാവും ഏട്ടത്തിയമ്മ കേട്ടിട്ടുണ്ടാവുക. അവൾക്ക് വിശദീകരിച്ച് നൽകുന്നതിനൊപ്പം തന്നെ ഉമ്മറക്കോലായിലേക്ക് നടന്നിരുന്നു അവൻ. നേരിയ വിറയലോടെ അവൾ നീട്ടിയ ചായ കൈനീട്ടി വാങ്ങുമ്പോൾ അവനും ഓർക്കാൻ ശ്രമിച്ചത് അവളുടെ പേര് തന്നെയാണ്. അവളിൽ തന്നെ നോട്ടമുറപ്പിച്ച അവന്റെ ചിന്തയിലെ പല പേരുകളിൽ തെളിഞ്ഞു മറഞ്ഞു. പലയിടത്തും പോയി അവൻ പെണ്ണുകണ്ട പെൺകുട്ടികളുടെ പേരുകൾ. ഇതിലേതാണ് അവളുടെ പേര്? സീതാലക്ഷ്മി എന്ന ഏട്ടത്തിയമ്മയുടെ പേര്. അവന്റെ ചിന്തയിൽ എന്താണെന്നറിഞ്ഞതുപോലെ വിനു അല്പം ശബ്ദത്തോടെ തന്നെ പറഞ്ഞതും സീത വേഗം അടുക്കളയിലേക്ക് തിരികെ നടന്നു. അവന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷ തേടിയെന്ന പോലെ. രാത്രി ഭക്ഷണം ഏട്ടൻ പുറത്തുനിന്ന് വാങ്ങിവരും, നമുക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിനു വന്ന് പറഞ്ഞതും സീത അവനെ നോക്കി തെളിമയോടെ ഒന്ന് ചിരിച്ചു. രാവിലെ അമ്പലത്തിൽ അവന്റെ ഏട്ടനൊപ്പം വന്നതു മുതൽ ഇന്നീ നേരം വരെയും ഓരോന്നും പറഞ്ഞവൻ നടക്കുന്നത് തനിക്കൊപ്പമാണല്ലോ എന്നോർത്തവൾ. തന്നോട് സംസാരിക്കാനൊരാൾ, താൻ പറയുന്നത് കേൾക്കാനൊരാൾ, അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളെല്ലാം തനിക്ക് നഷ്ടമായിട്ട് വർഷങ്ങളായി. അമ്മാവന്റെ വീട്ടിലെ അടുക്കളക്കാരിയായിരുന്ന തന്നോടെല്ലാവർക്കും പുച്ഛം മാത്രമായിരുന്നു എന്നും. ഇതാണ് ഏട്ടന്റെയും ഏട്ടത്തിയമ്മയുടെയും മുറി. ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടതെല്ലാം അവിടെ ഷെൽഫിലുണ്ട്. സാമാന്യം വലിയൊരു മുറിക്ക് നേരെ ചൂണ്ടി വിനു പറഞ്ഞതും ഉടലാകെയൊരു വിറയൽ പാഞ്ഞു അവളിൽ. തങ്ങളുടെ മുറി, താനും അയാളും ഇനി ഒരുമിച്ച് ജീവനും ജീവിതവും പങ്കിടേണ്ട ഇടം. ആ ഓർമ്മയിൽ നിറയാനൊരുങ്ങുന്ന മിഴികളെ അതിനനുവദിക്കാതെ തുടച്ചു നീക്കിയവൾ മുറിക്കുള്ളിലേക്ക് കയറിയതും പിന്നാലെ തന്നെ മനുവുമെത്തി. ഒന്ന് വിറച്ചവളെങ്കിലും അവളെ ഒന്ന് അലസ ഒഴിഞ്ഞു നോക്കി മേശയിൽ നിന്നൊരു കണക്ക് ബുക്ക് എടുത്തവൻ വേഗം മുറിവിട്ടിറങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം അവൻ അവൾക്കരികിലെത്തുമ്പോൾ തന്നോടുള്ള ഭയത്താൽ വിറയ്ക്കുന്നവളെ ഒന്നു നോക്കി മിണ്ടാതെ മുറിവിട്ടിറങ്ങി പോകുമായിരുന്നു അവൻ. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും വിനുവിലും സീതയിലും പിന്നെ അവരുടെ ആ വീട്ടിലും മാറ്റങ്ങളേറെ വന്നു. വർണ്ണച്ചെടികളും പച്ചക്കറികളും തിങ്ങി വളരുന്ന മുറ്റവും സന്ധ്യാദീപം നിറഞ്ഞു കത്തുന്ന പൂമുഖവുമെല്ലാം വീടിന് ഐശ്വര്യം കൂടിയപ്പോൾ വിനുവിന് അവന്റെ ഏട്ടത്തിയമ്മ അത്രമേൽ പ്രിയപ്പെട്ടവളായി തീർന്നു. അവന്റെ അമ്മയോളം പ്രിയപ്പെട്ടവൾ. മനുവിൽ മാത്രം കല്യാണം കഴിഞ്ഞ് മാസമൊന്നു കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ലായിരുന്നു. പതിവ് പോലെ ഉണർന്ന് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോവുകയും വൈകുന്നേരം തിരിച്ചെത്തി തന്റേതായൊരു ലോകത്തിൽ ഒതുങ്ങുകയും ചെയ്തു അവൻ. സീതയ്ക്കിപ്പോഴും അവനെ ഭയമൊന്നുമില്ലെങ്കിൽ കൂടി മനു അവൾക്കരികിലേക്ക് ചെല്ലാറേയില്ല.
ഒരിക്കലും ഒരു ഭർത്താവിന്റെ അവകാശമോ അധികാരമോ കാണിക്കാൻ ശ്രമിച്ചിരുന്നുമില്ല. നീ എന്താ വിനു നിന്റെ ചേട്ടനോട് അധികം സംസാരിക്കാൻ നിൽക്കാത്തത്? നിന്റെ ഏട്ടനല്ലേ അത്? നിങ്ങളുടെ മാതാപിതാക്കളുടെ മരണശേഷം നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവൻ. നിനക്കിഷ്ടമല്ലേ നിന്റെ ഏട്ടനെ? സീതയുടെ ചോദ്യം കേട്ടതും വിനു അവളെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും പരിഭ്രമിച്ചു സീത. എന്തിനാ കണ്ണു നിറച്ചത്? സീത ഒരു ചോദ്യത്തോടെ അവന്റെ ചുമരിൽ പിടിച്ച് ചോദിച്ചതും അവളുടെ തോളിലേക്ക് ചാരിക്കിടന്നിരുന്നു വിനു. എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടത്തിയമ്മേ. ഏട്ടൻ എന്നെയും ഇഷ്ടമാണ് ഒരുപാട്. ഞങ്ങൾ തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. ഏട്ടന് ഞാൻ മകനെപ്പോലെയാണ്. പക്ഷേ ഏട്ടനത് പ്രകടിപ്പിക്കാറില്ല. ഏട്ടന് പേടിയാണ് എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും. വിനു പറഞ്ഞതും ചുളിവു വീണത് സീതയുടെ നെറ്റിയിലാണ്. എന്തിനാണ് ഏട്ടൻ അങ്ങനെയൊരു പേടി വിനു? ചോദിക്കുമ്പോൾ ആകാംക്ഷയാണ് അവളുടെ ശബ്ദത്തിൽ. സ്നേഹിച്ചവരൊക്കെ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ഏട്ടന്. അച്ഛനെയും അമ്മയും പിന്നെ എൻ്റെ ഏട്ടൻ സ്നേഹിച്ചിരുന്ന ചേച്ചിയും ഒക്കെ നഷ്ടപ്പെട്ടു ഏട്ടന്. ഒരപകടത്തിൽ അവർ മരിക്കുമ്പോൾ ചെറിയ കുട്ടികളായിരുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ഏട്ടനാണ്. എൻ്റെ ഏട്ടനെ എനിക്ക് പ്രാണനാണ്. കരച്ചിലിനിടയിൽ പറയുന്നവനെ ആശ്വസിപ്പിക്കുമ്പോൾ സീതയ്ക്കുള്ളിൽ ഉയർന്നത് അവൻ പറഞ്ഞ ഏട്ടൻ സ്നേഹിച്ച ചേച്ചി എന്ന വാക്കായിരുന്നു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞതും സീത മനസ്സിലാക്കിയിരുന്നു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരനിയൻ മാത്രമുള്ള വീട്ടിലേക്ക് മരുമകളായി വരാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മനു സ്നേഹിച്ച പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചതെന്ന്. അതിനുശേഷമാണ് അവന്റെ സ്വഭാവം ഇത്തരത്തിൽ മാറിയതെന്ന്. മറ്റുള്ളവർക്ക് മുൻപിലില്ലാത്ത ഗൗരവം ഉണ്ടെന്ന് നടിക്കുമ്പോൾ അവരുടെ സഹതാപവും പുച്ഛവും അവനെ തേടി വരാതെയായി. അവൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തക്കാരുണ്ടെങ്കിലും അനാഥയെപ്പോലെ കഴിഞ്ഞിരുന്ന തനിക്കൊരു ജീവിതം ഉണ്ടാക്കിത്തരുന്നതിനൊപ്പം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അവനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് സീത തിരിച്ചറിഞ്ഞതും അവനായി കാത്തിരുന്നവൾ. തന്റെ കണ്ണിലെ പേടിയും ഭയവുമാണ് തന്നിൽ നിന്നവൻ അകന്നു നിൽക്കാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞ അവളുടെ കാത്തിരിപ്പ്. മനുവേട്ടാ, ചായ എടുക്കട്ടെ? പതിവ് പോലെ ജോലി കഴിഞ്ഞെത്തിയവനോട് സീത തിരക്കിയതും അവളെ ഒന്ന് നോക്കിയവൻ. യാതൊരു വിറയലോ പേടിയോ ഇല്ലാതെ തനിക്കരികിൽ ചിരിയോടെ നിൽക്കുന്നവൾ മനുവിലും അത്ഭുതം നിറച്ചു. അവളുടെ തെളിഞ്ഞ ചിരിയിലേക്കും വിടർന്ന മുഖത്തേക്കും കണ്ണുകൾ പായിക്കുമ്പോൾ മനുവിലും അവനറിയാതെ തന്നെയൊരു ചിരി തെളിഞ്ഞു നിന്നു. അന്നാരാവിൽ തനിക്കരികിലേക്ക് വരാതെ ഒഴിഞ്ഞു മാറി കിടന്നിരുന്നവന്റെ അരികിലേക്ക് അവനെ തേടി അവൾ ചെന്നതും മിഴികളിൽ തെളിഞ്ഞ അമ്പരപ്പോടെ അവളെ നോക്കിക്കിടന്നു മനു. കല്യാണം കഴിഞ്ഞിട്ടും ഒറ്റയ്ക്കൊരു മുറിയിൽ അന്തി ഉറങ്ങാനായിരുന്നെങ്കിൽ എനിക്കെൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ. മനുവേട്ടനെ കെട്ടണമായിരുന്നോ? കുസൃതിയോടെ അവൾ ചോദിച്ച് അവനരികിലേക്ക് ചേർന്ന് കിടന്നതും ഇരുദേഹങ്ങളും ഒരുപോലെ വിറച്ചുപോയത് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞിരുന്നു. എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്, മറ്റാരെക്കാളും വിനുവിനെ ഇഷ്ടമാണ്, നമ്മുടെ മകനോളം. അവൻ്റെ കാതോരം ചുണ്ടുകൾ ചേർത്തവൾ പറഞ്ഞതും അവളിൽ മുറുകിയവൻ്റെ കൈകൾ. അതൊരു തുടക്കം മാത്രമായിരുന്നു. ജീവിതത്തിൽ നിറങ്ങൾ നഷ്ടപ്പെട്ടവനെപ്പോലെ ജീവിച്ചൊരുവനു വേണ്ടിയവൾ നിറങ്ങളുടെ വർണ്ണലോകം തന്നെ തീർത്തുകൊണ്ടിരുന്നു. പിന്നീട് അവളിൽ ഉറങ്ങി അവളിൽ ഉണരുന്ന പ്രഭാതങ്ങൾ അവനു മാത്രം സ്വന്തമായി തുടങ്ങിയപ്പോൾ എന്നോ നഷ്ടപ്പെട്ടിരുന്ന ചിരിയും സന്തോഷവും അവനിലും തിരിച്ചെത്തി. അവരുടെ കുഞ്ഞു സ്വർഗത്തിൽ സന്തോഷം തിരികെ എത്തിയതും അവനിലെ ഗൗരവവും ദേഷ്യവും പൊയ്മുഖവുമെല്ലാം എങ്ങോ പോയി മറഞ്ഞു. ഏട്ടനും ഏട്ടത്തിയമ്മയും തീർക്കുന്ന സ്വർണ്ണക്കൂട്ടിൽ അവരുടെ മകനായി വിനു നിറഞ്ഞു നിന്നു. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മോഹിപ്പിച്ചവളെ തന്റെ ജീവിതം സന്തോഷത്താൽ നിറയ്ക്കുമെന്ന് തനിക്ക് തോന്നിയവളെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ നഷ്ടപ്പെടുത്താൻ വയ്യാതെ വാശി പിടിച്ചൊരു കർക്കിടകത്തിൽ കല്യാണം കഴിച്ച മനുവിന്റെ മനസ്സിന്റെ സന്തോഷം അതവന്റെ ഉള്ളിൽ മറ്റാരും അറിയാതെ ഭദ്ര. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.